ഇത് ഞാൻ പൊടിച്ചതാണ് ഏട്ടാ പുട്ടുപൊടി. ഇന്നലെ നമ്മൾ രാത്രി ഞാൻ 1 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിട്ട്. അപ്പോൾ 1 ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ 1/2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് റേഷൻ അരിയും കൂടെ രണ്ടും കൂടെ 1 ഗ്ലാസ് ഇട്ടാൽ വെള്ളത്തിട്ടിട്ട് കിടന്നു. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് അത് വെള്ളത്തിൽ നിന്ന് വെള്ളം വടിഞ്ഞു പോകാൻ വേണ്ടി വെച്ച് വെള്ളം എല്ലാം വടിഞ്ഞു പോയതിന് ശേഷം പൊടിച്ചെടുത്ത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയെക്കാട്ടി എനിക്കിങ്ങനെ രാവിലെ തന്നെ പൊടിച്ച് പുട്ടാവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉപ്പ് ഞാൻ കല്ലുപ്പായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ച്. ഇനി പിന്നെ തേങ്ങ തിരുവി എല്ലാം കൂടെ ഇതിൽ നന്നായിട്ട് നല്ല നവിടി കുറേ നേരം വെച്ചിട്ട് ഞാൻ പിന്നെ പുട്ടാവിക്കും കേട്ടോ. അപ്പോൾ വേറെയുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഇത് നല്ല സെറ്റായിരിക്കും. ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കണം. നോക്കിയിട്ട് കുറച്ച്, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം കലക്കിയതുണ്ട് അതുകൂടെ തളിച്ച് കൊടുക്കാം. കണക്കാവുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ഒരു മീഡിയം ഇട്ട് ഞാൻ ഇപ്പോൾ മിക്ക ദിവസം ഇങ്ങനെ പൊടിച്ചിട്ടാണ് വയ്ക്കും കേട്ടോ. രാവിലെ പൊടിച്ചിട്ട് അപ്പോഴേ നല്ല ടേസ്റ്റാണത്. വറുക്കൂല, വറുക്കാതെ തന്നെ അത് രണ്ടും കൂടെ മിക്സ്, പകുതി റേഷൻ അരിയും പകുതി പച്ചരിയും കൂടെ ഇങ്ങനെ കലന്ന് അത് നല്ല ടേസ്റ്റ് കിട്ടാം. ഈ തേങ്ങയൊക്കെ തിരുവണം. തേങ്ങ തിരുവിയിട്ട് പിന്നെ ഇതിൽ രണ്ടും കൂടെ തിരുമ്മി വെച്ചിട്ട് കുറേ കഴിയുമ്പോൾ വയ്ക്കണം. ഇന്ന് സേതുവിന് പോകണ്ട, അതുകൊണ്ട് പിന്നെ പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ല. മണി 10 ആയിട്ടാ. എന്നിട്ട് നല്ല മഴക്കോളുണ്ട്. 2-3 ദിവസം കൊണ്ട് ഇവിടെ മഴയൊക്കെ തന്നെ. മഴ കാണും തോന്നണം. വെയിലൊന്നും ഇല്ലല്ലോ. 10 മണിയായിട്ടും നല്ല ഇരുണ്ട് കിടക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലുള്ള പട്ടി കിടന്ന് വിളിക്കണം. ചേട്ടാ പുറത്തിരുന്ന ചെടി കൊണ്ട് ഇവിടെ വെച്ചേട്ടാ. കണ്ടാ, ചേട്ടനിങ്ങനെ ചെടിയൊക്കെ വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചട്ടിയിൽ പെയിൻ്റ് അടിച്ചെടുക്കണം, ആ കളറ് പെയിൻ്റ് അടിച്ചെടുക്കണം എന്ന് അറിഞ്ഞിട്ട് കൊണ്ടുവച്ച് കേട്ടാ. ഈ ചെടിക്ക് വെയിൽ കൊള്ളാതിരിക്കണതാണ് നല്ല ഫ്രഷായിട്ടിരിക്കും. എപ്പോഴും വെയിൽ കൊള്ളാതിരിക്കണത്. അതുകൊണ്ട് വിചാരിച്ചത് വീട്ടിൻ്റെ അകത്ത് വയ്ക്കും. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വാങ്ങി വീട്ടിൽ വെക്കാറുണ്ടല്ലോ. അപ്പം പിന്നെ ഇതിവിടെ ഒറിജിനൽ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചേട്ടൻ എടുത്തിട്ട് വെച്ചേട്ടാ. ഈ മണി പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും. ഈ ചെടിയിൽ ഒരു മുളപ്പ് വന്നു കേട്ടാ. ഇതിന് വേറെ ഇതാണ് വന്നത്. ഈ മഞ്ഞ ഇത് വെച്ചപ്പം പുറത്തിരിക്കണില്ലേ ആ പച്ച കളർ, അതാണ് വന്നത് കേട്ടോ. നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഇല ഒടിച്ച്, ഈ മഞ്ഞ സർപ്പപ്പോളയിൽ നിന്ന് ഇല ഒടിച്ച് ഇങ്ങനെ പൊടിക്കാൻ വയ്ക്കുമ്പോൾ പച്ച ഇത് വരണുണ്ട്. ഇത് അത് വെച്ച് അത് തന്നെ വന്നു കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഇല ഒടിച്ച് വയ്ക്കുമ്പോൾ മാത്രമാണ് മാറി വരണത്. ഇതിലിരുന്നത് പോയി. ഇനി പൊടിച്ച് വരുമോ അറിയില്ല. അടുത്ത ജനൽ തുറന്നിട്ട് ചെടി കൊണ്ട് ഇവിടെ വെച്ച് വെള്ളം വീഴ്ത്തുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വരാതെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് 3 ചെടി അവിടെ വെച്ച്. ജനൽ തുറക്കാൻ വേണ്ടി വന്നിട്ട്, ജനൽ തുറക്കുമ്പോൾ നല്ല വെട്ടമായിരിക്കും അകത്ത്. രാത്രിയാകുമ്പോൾ അടച്ചില്ലെങ്കിൽ ചിലങ്കയും കുഞ്ഞും കൂടെ ഇതുവഴി കയറി വന്ന് എന്നെ കിടക്കാൻ താമസിക്കില്ല. ഇതിവിടെ വെച്ച് ചേട്ടന് ഭയങ്കര ഇഷ്ടം ചെടിയൊക്കെ. ദിവസം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കൊക്കെ ഇല്ലായിരുന്നു. ഇതിങ്ങനെ സേതു SPCക്ക് ഉണ്ടായിരുന്നല്ലോ, അതാണ് അവൻ്റെ ഫോട്ടോ കേട്ടോ. ലാസ്റ്റിൻ്റെ ഫോട്ടോ സേതു എവിടെ ഇരിക്കണ കാണാൻ പറ്റുന്ന, ഇതാ നിൽക്കുന്ന കേട്ടോ. ഇതാണ് സേതു. ഞാൻ ഈ കൈ വെച്ചിരിക്കണേണ്. അതാണ് സേതു. നേരത്തെയൊക്കെ മുടി അങ്ങനെ വിട്ടുള്ളൂ. ഇപ്പാണ് ഇവ +1 ശേഷമാണ് മുടി ഇങ്ങനെ വെട്ടാൻ തുടങ്ങിയത്. അപ്പോൾ SPCക്ക് പോകുമ്പോൾ ആ ഷർട്ടിൻ്റെ അവിടെ വയ്ക്കുമല്ലോ, ആ പേരാണ്. അത് പിന്നെ ഞാൻ എടുത്ത് അതോടെ വെച്ച് കളയണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച്. പണിയൊന്നും ആയില്ല. ഇന്നത്തെ ചോറിരിക്കണം. അപ്പോൾ അതിന് ചൂടാക്കിയാൽ മതി. അതുകൊണ്ട് ഇന്ന് എളുപ്പമായി.
കുഞ്ഞേ നീ ഉറങ്ങുന്ന കുഞ്ഞെ എവിടെ ഇരുന്ന് കുഞ്ഞിൻ്റെ തൊട്ടിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ കുഞ്ഞി കുഞ്ഞ് അവിടെ ഇരുന്ന് ഉറങ്ങിക്ക. ഇത് പൊടിയടിക്കാതാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കണേ കേട്ടാ. അല്ലെങ്കിൽ ഇത് 20 വർഷം കഴിഞ്ഞ സാധനമാണിത്. അല്ലെങ്കിൽ അന്ന് ഞാൻ എടുത്ത് കവറിൽ വെച്ച്, ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ ചീത്തയായി പോയി തന്നെ. പൊടിയടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച്. ഇല്ലേ വാവേ, ഇല്ലേ മിന്നൂട്ടി, ഇതിൻ്റെ പേരാണ് ഞാൻ ഇട്ടത്, മാളൂട്ടി. മാളൂട്ടി, മാളൂട്ടി, മാളു, സുന്ദരി വാവേ, മാളു. ഇതാണ് എൻ്റെ മാളു, എൻ്റെ മാളൂട്ടി, മാളൂട്ടി. ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോന്ത്. അങ്ങനെ ചെടി ഇവിടെ വെച്ച് എന്തായാലും ഇങ്ങനെ കൊണ്ടുവച്ച് ഇത് കാണാൻ രസമുണ്ട് കേട്ടാ. പിന്നെ ബാക്കിലോട്ടോട്ടെ ഇവിടെ അവിടെ ആ ചെടി ഇരിപ്പുണ്ട്, ഇവിടെ ഈ ചെടി. ഇത്ര ഇതാ. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കേട്ടാ. ചോറ് ഞാൻ ഇന്ന് വെച്ചില്ല. ഇന്നലത്തെ ചോറ് ചൂടാക്കി എടുത്ത്, പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറി, പിന്നെ ഇത് മറ്റേ ചാള കുഞ്ഞില്ലേ അത് വറുത്തത് കേട്ടാ. പിന്നെ ഇന്നലത്തെ കുറച്ച് മുരിങ്ങയില തോരൻ. മുരിങ്ങയില തോരനായിട്ടല്ല, ഇങ്ങനെ വറുത്തിട്ട് ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ എടുത്തത് കേട്ടാ. എല്ലാം ഇന്നലത്തെ തന്നെ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ആഹാരം കഴിക്കാൻ പോണം. ഇത് മാത്രം, ഈ ചാളക്കുഞ്ഞ് മാത്രം വറുത്തത് ഇന്ന്, ബാക്കിയെല്ലാം ഇന്നലത്തെയാണേ. അങ്ങനെ കഴിക്കാൻ പോണം. നല്ല മഴ കേട്ടാ. 3 മണി 3:30 നല്ല മഴ. ഞാൻ ലൈവിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇത് മഴ വരണമെന്ന്. അങ്ങനെ ഉണ്ടാ മഴ. ഇപ്പോഴത്തെ കുറച്ച് കുറഞ്ഞ്, നേരത്തെ നല്ല മഴയായിരുന്നു. ഡേ അവനെ അകത്ത് വിടാൻ വേണ്ടിയിട്ടായിരിക്കും മഴ. അങ്ങനെ മഴയാണ്. മഴ ഇതിപ്പോൾ കോളമ്പ് ചെടിയുടെ ഇലയൊക്കെ ഇങ്ങനെ താന്ന് ഉണ്ടാ. നേരത്തെ നല്ല ഇരുണ്ട് കിടന്നു. മഴയൊക്കെ കുറച്ച് തെളിച്ച്. ഞാൻ അരി അരച്ചുകൊണ്ടുവന്ന് കേട്ടാ. കറണ്ട് പോയി. ഇന്ന് നമുക്ക് രാത്രി കഴിക്കാൻ ദോശ കേട്ടാ. ദോശ കുറച്ച് വളഞ്ഞു പോയി. ഉച്ചയ്ക്ക് ചോറ്, ഇന്നലത്തെ ചോറാണ് ഞാൻ സേതും കൂടെ ചൂടാക്കി കഴിച്ചത്. പിന്നെ നേരത്തെ ഞാൻ അരി അരച്ച് വെച്ചില്ല. അപ്പം അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ദോശയും തക്കാളി കറി കേട്ടാ. തക്കാളി കറിയാണ്. അങ്ങനെ ഇന്ന് ദോശയും തക്കാളിക്കറി. പിന്നെ എന്താന്ന്, ഇന്ന് ഒരു ചെറിയ വീഡിയോ കേട്ടാ എടുത്ത് വെച്ചത്. ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തേട്ടാ. അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കൊക്കെ ഇല്ലല്ലോ ഞാൻ അവനായോണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാക്കൊക്കെ ഇല്ല, അതുകൊണ്ടാണ് ഒന്നും എടുക്കാത്തത് കേട്ടാ. പിന്നെ ലൈവിലിരിക്കും. പിന്നെ എന്താ പറയുക, ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹമാണ് നമുക്ക് ഇത്രയും നമ്മളെ കൊണ്ടുപോയത് കേട്ടാ. നമ്മൾ ലൈവിൽ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. എല്ലാവരും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. പിന്നെ വേറെ എന്ത് പറയാൻ, എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയണം കേട്ടാ. പിന്നെ എന്ത് പറയാൻ, വേറെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.